ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരു കൊല്ലം ഫാമിലി. അപ്പോൾ ആദ്യം തന്നെ പറയാം, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സൺഡേ വ്ളോഗാണ്. എല്ലാ സൺഡേയിലെ ഡയലോഗും ഞാൻ മാറ്റി പിടിച്ചിട്ടുണ്ട്. കാരണം രാവിലെ തന്നെ എണീറ്റിട്ടുണ്ടേ, ലേറ്റായിട്ടൊന്നുമല്ല എണീറ്റത്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റപ്പോൾ ബോറിൻ്റെ സൗണ്ട് കേട്ടിട്ടാണ് എണീറ്റത് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഉള്ളിലേക്ക് വന്നപ്പോഴേക്കും ഇക്ക ചെത്തിയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ ഉറക്കമണിയിട്ട് സാസിൻ്റെയും അനാമിൻ്റെയും ഇക്കയുടെയൊക്കെ ജോലി ഇതാണ് കേട്ടോ. അപ്പോൾ ഈ ക്യാരം ബോർഡിന് ഒരു കഥയുണ്ട്. അത് നിങ്ങൾ പോയിന്ന് കണ്ടിട്ട് വരുമ്പോഴേക്കും ഞാൻ ബ്രഷൊക്കെ ചെയ്തിട്ട് കിച്ചണിലേക്ക് വരാം. ഈ ക്യാരം ബോർഡ് കണ്ടിട്ട് ഞെട്ടി നിൽക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. ഇത് കൊണ്ടുവന്നപ്പോൾ ക്യാരം ബോർഡ് ആണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. ഇത് അൺബോക്സ് ചെയ്തതിന് ശേഷമാണ്. ഇത് നമുക്ക് കിട്ടിയ ഒരു സർപ്രൈസ് ഗിഫ്റ്റാണ് കേട്ടോ. ആനാമിൻ്റെയും സാസിൻ്റെയും ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് അങ്ങ് ദുബായിൽ നിന്നുകൊണ്ട് ഓർഡർ ചെയ്ത് കൊണ്ടുവന്ന സാധനമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞങ്ങളെ കാസർഗോഡ് ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് ഞാൻ മുമ്പൊരു വ്ളോഗിൽ പറഞ്ഞില്ലേ, അതിലൊരാൾ തന്നതാണേ. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോഴാണ് ഒരാൾ എന്നെ പല്ലെടുത്ത് കാണിക്കുകയാണേ. എൻ്റെ പല്ല് പോയി ഉമ്മ, ഇത് ഞാൻ എന്ത് ചെയ്യട്ടെന്നും പറഞ്ഞിട്ടാണ് ആൾ വന്നത്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ടേ. അപ്പോൾ ഇന്നലെ അപ്പത്തിന് മാവാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പവും ഗ്രീൻ പീസ് കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേട്ടാ. മാവാട്ടി തലേന്ന് വെച്ചിരുന്നാൽ പിന്നെ സൺഡേ എണീക്കുമ്പോൾ ലേറ്റായി കഴിഞ്ഞാലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാമല്ലോ എന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് അപ്പത്തിന് ആട്ടി വെച്ചത് കേട്ടാ. ഇന്ന് പക്ഷേ ലേറ്റായിട്ടൊന്നും അല്ല, കുറച്ച് നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ട് കേട്ടാ. കുറച്ച് പണികളുണ്ട്. അത് മാത്രമല്ല, ഇന്ന് സൺഡേ അല്ലേ, എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലും ഉണ്ടാക്കേണ്ട ദിവസമല്ലേ. അപ്പോഴേക്കും അപ്പമെല്ലാം ഞാൻ ചുട്ടങ്ങ് എടുക്കുന്നുണ്ട്. തൊട്ടടുത്ത അടുപ്പിലായിട്ട് ഗ്രീൻ പീസ് കറിയും റെഡി ആവുന്നുണ്ടേ. അപ്പോൾ ഇക്ക അവിടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് വേണം ഇനി ഇക്കക്ക് പാലെടുക്കാൻ പോകാനും. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് കറി എല്ലാം റെഡി ആയിട്ടുണ്ട്. കറി റെഡിയാക്കിയിട്ട് പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ച് മാറ്റി വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ആവശ്യമുള്ളതെല്ലാം അവരെടുത്ത് കഴിച്ചോളുമല്ലോ. അങ്ങനെ ഇക്കൊക്കെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് കൊടുത്തിട്ടുണ്ടേ. പിന്നെ സാസിനും ബ്രഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പല്ലൊക്കെ പൊട്ടിപ്പോയിട്ട് ബ്രഷൊക്കെ ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. അപ്പോൾ പിന്നെ അനാൻകുട്ടി എൻ്റെ കൂടെ വന്നാൽ കയറി വരും. ഇന്ന് എന്തൊക്കെയാണ് കറി, ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണ് ഉണ്ടാക്കിയത്, ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവൻ തനിയെ തന്നെ എടുത്ത് വെക്കും കേട്ടോ. പിന്നെ കറി എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് ഇഷ്ടമുള്ള കറി മാത്രം എടുത്തിട്ട് പോകാനാണ് ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ക്യാമറ കണ്ടിട്ട് രണ്ടുപേരും കൂടെ വന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. മുമ്പൊക്കെ ഗ്രീൻ പീസ് കറിയും കടലക്കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവൻ എല്ലാം നുള്ളിപ്പറക്കി തിന്നാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയിട്ട് അയ്യോ ഗ്രീൻ പീസ് കറിയാണോ, എനിക്ക് വേറെ കറിയൊന്നുമില്ലേ, വേറെ കറി തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് നിൽക്കുന്നത്. അത് മാത്രമല്ല എൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് അവന് ഇഷ്ടം കേട്ടോ. അപ്പം ഞാൻ എടുത്ത് വെക്കുന്നതും കത്താണ് അവൻ ഇങ്ങനെ ഇരിക്കുന്നത്. ഇനിയിപ്പം കുഴപ്പമില്ല, ഗ്രീൻ പീസ് കറി ഒഴിച്ചാന്ന് പറഞ്ഞ പാത്രമൊക്കെ നീട്ടി തന്ന് അങ്ങനെ കറിയെല്ലാം ഞാൻ ഒഴിച്ചങ്ങ് കൊടുക്കുന്നുണ്ടേ. ഈ സ്കൂളില്ലാത്ത ദിവസമല്ലേ സൺഡേയും സാറ്റർഡേയൊക്കെ. സാറ്റർഡേ പിന്നെ എല്ലാ ദിവസവും അവർക്ക് ലീവ് കിട്ടാറില്ല. സെക്കൻഡ് സാറ്റർഡേയും അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോൾ മാത്രമാണ് മൂത്ത ആൾക്ക് ലീവ് കിട്ടാറുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ കൂടുമ്പോഴത്തേന് ഭയങ്കര രസമാണ് കേട്ടോ. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അതിൻ്റെ ഇടയിലൂടെ കഴിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് രണ്ടുപേരും കൂടെ പാലെടുക്കാൻ പോകണം. രണ്ടുപേരെന്ന് വെച്ചാൽ ഇവ ലീവ് കിട്ടുന്ന ദിവസങ്ങളിൽ വാപ്പച്ചി സഹായിക്കാൻ പോകാൻ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു 2-3 വരിയൊക്കെ കൂടെ നടന്ന് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഞാൻ കുടിക്കാനായിട്ട് വെള്ളം ഞാൻ വെക്കുന്നുണ്ട്. ജീരക വെള്ളമാണ് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ കുറച്ച് ചവിട്ടുകളുണ്ടായിരുന്നു കഴുകാനായിട്ട്. ചവിട്ടുകത്തെ ഞാൻ ഒരാഴ്ച കൂടുമ്പോഴൊക്കെ കഴുകാറുണ്ട്, അല്ലെങ്കിൽ നല്ല അഴുക്കാവും കേട്ടോ. പിന്നെ തറയൊക്കെ അഴുക്കാവണ്ടെന്ന് വിചാരിച്ച് ഞാൻ എല്ലാ ആഴ്ചയിലും ഞാൻ കഴുകാറുണ്ട്. ഒരു 2 എണ്ണം വെച്ച് ദിവസം ഇങ്ങനെ കഴുകി കഴിയുമ്പോഴത്തേന് പിന്നെ തറയിലങ്ങ് അധികം അഴുക്കാവാറില്ല കേട്ടോ. അങ്ങനെ ഞാൻ ചവിട്ടുകത്തേക്ക് എല്ലാം കഴുകിയിട്ട് അപ്പോഴേക്കും ഞാൻ പറഞ്ഞു, അനാൻകുട്ടാ നമുക്ക് കാന്താരി പറിക്കാനായിട്ട് തോട്ടത്തിലോട്ട് പോകാം, ഒരു കവർ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഓടിപ്പോയി കവറും ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവനിങ്ങനെ ഈ തോട്ടത്തിലൊക്കെ നടക്കാനും എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണേ. അധികം വെയിലില്ലാത്ത സമയത്താണ് ഞാൻ പോയത്. അപ്പോൾ അടയ്ക്കാത്തോട്ടം നോക്കിയപ്പോൾ അടയ്ക്കാത്തോട്ടത്തിലെല്ലാം പാക്ക്, നമ്മൾ അടയ്ക്കയില്ലേ ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നുണ്ടായിരുന്നേ. നമ്മളെ കൊല്ലത്തൊക്കെ പാക്കെന്നാണ് പറയുന്നത്, ഇവിടെ കാസർഗോഡ് അടയ്ക്കയെന്നാണ് പറയുന്നത് കേട്ടോ. തോട്ടത്തിൽ കയറി ഒന്ന് തേങ്ങയൊക്കെ പറക്കാമെന്ന് വിചാരിച്ച് കയറിയപ്പോഴേക്കും തോട്ടം ഫുള്ള് ഇങ്ങനെ ഈ വെള്ള ചിത്രശലഭം ഉണ്ടല്ലോ മുഴുവനും കാണാം കേട്ടോ. രാവിലെയും വൈകുന്നേരം ചെന്നാൽ എല്ലാം ഇത് കാണാം. അപ്പോൾ ആനാൻകുട്ടൻ നടന്നു വരുന്ന വഴിക്ക് എന്തൊക്കെയോ പറയുന്നുണ്ടേ. ഒരട്ട ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. അത് കണ്ടിട്ടാണ് എന്തൊക്കെയോ ആണെന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് ഒരു കുളത്തിനടുത്തെത്തി. ഇപ്പോഴും തറയിലൊക്കെ ചെറിയ ഊറ്റുകൾ കാണാൻ കേട്ടോ. നല്ല ഉണക്കായി, നല്ല ചൂടും വെയിലും ഒക്കെ ആയി. എന്നാലും ഇങ്ങനെ ഈ ചെറിയ ഊറ്റുകളും ഒക്കെ തറയിൽ കാണാം നമ്മൾ നടക്കുന്ന വഴിയിൽ. അപ്പോൾ കുളം കണ്ടിട്ട് അനാൻകുട്ടൻ പറഞ്ഞു, ഇതിനകത്ത് നിറച്ച് മീനുണ്ടുമ്മ, നമുക്ക് കല്ലെറിഞ്ഞ് നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ കല്ലൊക്കെ എറിഞ്ഞിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മീൻ ഇപ്പം വരുമെന്നും പറഞ്ഞിട്ട്. അപ്പോഴേക്കും വെയിൽ വന്ന് തുടങ്ങി. നമ്മൾ നടന്ന് ഏകദേശം മുകളിലത്തെ തോട്ടം എത്തിയപ്പോഴേക്കും ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ് കേട്ടോ ഇവിടെ.
സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന എന്തിനാന്ന് തന്നെ മറന്നു പോകും. നമ്മളിവിടെ ഇങ്ങനെ നടക്കും കേട്ടോ. തേങ്ങയ്ക്കും കാന്താരിയൊക്കെ പറക്കാനായിട്ട് ഇങ്ങനെ വരുമ്പോഴേക്കും പിന്നെ എന്തിനാ വന്നതെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. കാരണം പിന്നെ അങ്ങ് നടക്കും നമ്മൾ. എന്തൊക്കെയുണ്ട് അവിടെ, എന്തൊക്കെയുണ്ട്, ഒരുപാട് മരങ്ങൾ ഉണ്ട് കേട്ടോ. നമ്മളെ പിണർപുളിയില്ലേ, അത്, വാളംപുളി, മാങ്ങ, ചക്ക എന്ന് വേണ്ട എല്ലാ ഫ്രൂട്ട്സ് സാധനങ്ങളും, ഒരുപാട് സാധനങ്ങൾ ഇവിടെ നട്ടു പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നോക്കി നമ്മളിങ്ങനെ നടക്കും. പക്ഷെ കാന്താരിക്ക് വന്നപ്പോൾ ഇതാണ് അവസ്ഥ കേട്ടോ. കാന്താരി എല്ലാം ഉണങ്ങി പോയിട്ടുണ്ട്. പിന്നെ ഉണങ്ങി കാന്താരിയൊക്കെ അവൻ നുള്ളിപ്പറക്കിയേ. അങ്ങനെ ഇതാ ഞാൻ പിന്നെ ചക്കയോ മാങ്ങയൊക്കെ പിടിച്ചിട്ടുണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് വരും. ഇവിടെ അങ്ങനെ മുകളിൽ അങ്ങനെ അധികം ആരും വരാറില്ല. പിന്നെ ഞങ്ങൾ വന്നാണ് ഞാൻ കൂടുതലും നോക്കാറുള്ളത് കേട്ടോ. ചക്കയൊക്കെ പിടിച്ചിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യും, ചൂടായതുകൊണ്ട് എല്ലാം ഉണങ്ങി പോകുന്നുണ്ടേ. ഞാൻ കുട്ടെന്താ 2 ചക്കയും കൊണ്ടുവന്നിട്ട് പറയുന്നത് കേട്ടോ. ഇതെന്തിനാ? ജ്യൂസ് അടിക്കാനാ? ഇതാ അത് പിന്നെ ഫ്രൂട്ട്സ് കൂട്ടാനല്ലേ. എന്ത് കൊണ്ടുവന്നാലും ജ്യൂസ് അടിച്ച് കുടിക്കാനും അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ചെത്തി തിന്നാനും ഒക്കെ പറയുന്ന കുട്ടൻ പിന്നെ ജ്യൂസ് അടിച്ച് കുടിക്കാൻ പിന്നെ ചക്ക കൊണ്ടുവന്നിട്ട് എന്താ പറയാനുള്ള? എന്ത് വേണ്ടേ? എന്തിനാ? ഈ ചക്ക തിന്നാൻ കൊള്ളാവോ? ഇത് വലുതായിട്ടല്ലേ കഴിക്കാനുള്ള. പിന്നെ ചക്ക അത് വലുതായ പിന്നെ അതാ അത് വലുതായില്ല. ഏത് മീത്ത? അത് നമുക്ക് പറിക്കാൻ പറ്റത്തില്ലല്ലോ. വാപ്പച്ചെ വിളിച്ചാ? അത് വിളഞ്ഞില്ല കുട്ടാ. ഒരു കാര്യം കാണിച്ചു തരാം. ഏതെങ്കിലും വിധത്തിൽ വാപ്പച്ചിയെ കൊണ്ടായാലോ എറിഞ്ഞിട്ടോ ഒക്കെ മുകളിൽ നിൽക്കുന്ന ചക്ക എങ്ങനെയെങ്കിലും താഴെ വീഴ്ത്താനാണ് അനാങ്കുട്ടൻ നോക്കുന്നത് കേട്ടോ. ഇവിടെ ഇതൊക്കെ നടക്കുന്നതിനിടയിൽ ഇതാണ് നടക്കുന്നത് കേട്ടോ. ഭയങ്കരമായ അലപ്പ് കാരണം ഞാൻ നോക്കി ചെന്നപ്പോഴത്തേനാണ് കുറേ കിളികൾ ഒരു മരത്തിനകത്ത് നിന്നിട്ട് ഇങ്ങനെ കലപിലേ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ എന്താ, നമുക്ക് ഇങ്ങനെ മുകളിൽ നിന്നിട്ട് നമ്മളെ വീടൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. അതിനിടയിൽ കൂടെ ആനാൻകുട്ട എവിടുന്നോ ഒരു അപ്പൂപ്പൻ്റെ അടിയും കൊണ്ട് അതിനെ പറത്തി കളിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഈ നാട്ടിലൊക്കെ പഴയ ഇങ്ങനെ കുട്ടികളൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ടല്ലോ. ഇപ്പോൾ ഉള്ള കുട്ടികളെ പിന്നെ പറയണ്ടല്ലോ, ഫുള്ള് സ്ക്രീൻ ടൈം അല്ലേ. ഇതിനിടയിൽ കൂടെ ഇവരെ ഞാൻ ഇങ്ങനെ സ്ക്രീനിലൊന്നും അങ്ങനെ വെക്കാതെ ഇങ്ങനെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ജോലികളോ അങ്ങനെ ഇങ്ങനെ പുറത്തൊക്കെ കൊണ്ടുപോയി ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അത് അവർക്കും ഇഷ്ടമാണേ. അപ്പോൾ പാലൊക്കെ എടുത്ത് വന്നതിന് ശേഷം ഒരാൾക്ക് വിഷം തുടങ്ങി വീണ്ടും അപ്പം ചുടാനായിട്ട് വന്ന്. അതിനിടയ്ക്ക് കൂടെ ഞാൻ കുറച്ച് തിരക്കായതുകൊണ്ട് അവൻ പറഞ്ഞ് ഞാൻ തന്നെ അപ്പം ഉണ്ടാക്കിക്കോളാം, അപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ തന്നെ ആദ്യമായിട്ട് ഗ്യാസൊക്കെ ഇങ്ങനെ ഓൺ ചെയ്തിട്ട് അപ്പോൾ എങ്ങനെയാണ് ഒഴിക്കാനുള്ളത്, ചൂടായിട്ടാണ് ഒഴിക്കാനുള്ളതെന്നൊക്കെ ചോദിച്ചിട്ട് അവ ഇങ്ങനെ ഒഴിച്ച് അപ്പം ചുടുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കേട്ടോ. ഭയങ്കര സന്തോഷമാണ് എനിക്കിങ്ങനെ. ഇപ്പോൾ പെൺകുട്ടികളെ മാത്രം അടുക്കളയിൽ കയറ്റുന്ന ഒരു സംവിധാനമായിരുന്നു നമുക്ക് മുമ്പുള്ളത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല കേട്ടോ, ആൺകുട്ടികളും അടുക്കളയിൽ കയറാറുണ്ട്. അങ്ങനെ കയറാത്ത വീടുകളാണെങ്കിൽ നമ്മൾ അമ്മമാർ തന്നെ അവരെ ഇങ്ങനെ കിച്ചണിലൊക്കെ കയറ്റിയിട്ട് അവരെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ പിന്നെ അവർ കുറേ നാൾ കഴിയുമ്പോഴേക്കും അവർ ഒറ്റയ്ക്ക് താമസിക്കുന്ന സമയങ്ങൾ വരുമല്ലോ, അപ്പോൾ അവർക്ക് ഉപകാരപ്പെടും. അത് മാത്രമല്ല ഇനി വരുന്ന ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനും ഒരു മെൻറ്റാലിറ്റി അവർക്ക് ഉണ്ടാകും കേട്ടോ. അതിനിടയിൽ കൂടെ മന്തിക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചോറ് വെക്കണ്ട, മന്തിയോ ബിരിയാണി വെക്കാമെന്നും പറഞ്ഞിട്ട് മന്തിയുടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന്. അങ്ങനെ ഞാൻ ചിക്കൻ എല്ലാം കഴുകി റെഡിയാക്കി അങ്ങ് എടുത്തിട്ടുണ്ടേ. ചിക്കൻ എല്ലാം കഴുകിയതിന് ശേഷം ഇതുപോലെ വരയിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 3 അല്ലി വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ മുഴുവനുള്ള മല്ലി, 1/4 ടീസ്പൂൺ നമ്മുടെ ചെറിയ ജീരകമല്ലേ, ക്യുമിൻ സീഡ്, അതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചുകൊണ്ട് വരണേ. എന്നിട്ട് നമുക്ക് ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കുമ്പോൾ എല്ലാ ചിക്കനിലും നന്നായിട്ട് മസാല പിടിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു മസാലയാണ് നമ്മുടെ മന്തിക്കെല്ലാം ടേസ്റ്റ് കൊടുക്കുന്നത്. എന്നിട്ട് ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഒലിവ് ഓയിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. വേറെ ഒരു ഓയിലും ചേർക്കാൻ പാടില്ല. വെളിച്ചെണ്ണയൊക്കെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മന്തിന് തന്നെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ മസാലയെല്ലാം ഞാൻ തേച്ച് പിടിപ്പിച്ചിട്ട് 1 മണിക്കൂറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള
പച്ചക്കറിയെല്ലാം നമുക്ക് റെഡിയാക്കി അങ്ങ് എടുക്കാം. പച്ചക്കറിയെല്ലാം റെഡിയാക്കി അങ്ങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അരിയുടെ കാര്യത്തിലേക്ക് വരാം. അപ്പം ഞാൻ 3 ഗ്ലാസ് അരിയാണ് അളന്നെടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ മന്തിയുടെ റൈസാണ്, നമുക്ക് ഏത് റൈസ് വേണമെങ്കിലും എടുക്കാം. വലിയ റൈസായിരിക്കും മന്തിക്ക് ഏറ്റവും ബെസ്റ്റ്. അതായത് ബസ്മതി റൈസോ ഇന്ത്യ ഗേറ്റിൻ്റെ റൈസൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നമുക്ക് എടുക്കാം. പിന്നെ ചെറിയ അരി ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. നമുക്കിതാ 3 ഗ്ലാസ് അരി ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അത് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ ഒരു 5 മിനിറ്റത്തേക്ക് കുതിരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടേ. കുതിർത്ത് വരുമ്പോഴേക്കും അരി ഡബിൾ സൈസ് ആവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അതാ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 6 അല്ലി വെളുത്തുള്ളി ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചതാണേ, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു 4 പച്ചമുളക്, ഒരു 2 സവാള ചോപ്പ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാളയും പച്ചമുളകും ഒക്കെ വഴറ്റുമ്പോൾ ഒരുപാടങ്ങ് വഴണ്ടി വരണ്ട. ഒരു ഹാഫ് കുക്ക് ആകുമ്പോഴേക്കും നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു ക്യാപ്സിക്കമാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ ചിക്കനും ഏകദേശം 1 കിലോ അരിയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ക്യാപ്സിക്കം ഹാഫ് കുക്കായി വരുമ്പോഴേക്കും 1 ടീസ്പൂൺ കുരുമുളക്, 2 പട്ട, 5 ഗ്രാമ്പൂ, ഒരു 5-6 ഏലക്ക, 1/4 ടീസ്പൂൺ മുഴുവനുള്ള മല്ലി, 2 ഡ്രൈ ലെമൺ, 1/4 ടീസ്പൂൺ ക്യുമിൻ സീഡില്ലേ നമ്മളെ ചെറിയ ജീരകം, അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണേ. ഈ സ്പൈസസും ക്യാപ്സിക്കവും സവാളയും ഇതെല്ലാം കൂടെ വഴണ്ട് വരുമ്പോഴേക്കും നല്ലൊരു മണമൊക്കെ വന്നു തുടങ്ങും കേട്ടോ. അപ്പോൾ തന്നെ അറിയാൻ പറ്റും എവിടേക്കോ മന്തി വെക്കുന്നതെന്ന് കേട്ടോ. ഇത് നമ്മൾ സാധാരണ നോർമൽ മന്തിയല്ല, യമനി മന്തിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ കഴുകി വെച്ച് ഊറ്റി എടുത്ത നമ്മുടെ ഈ അരി ഉണ്ടല്ലോ, 3 ഗ്ലാസ് അരി, നമ്മൾ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. സാധാരണ മന്തി ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ ബിരിയാണി ഉണ്ടാക്കുമ്പോഴോ ഒക്കെ നമ്മൾ വെള്ളം ഒഴിച്ച് തിളച്ചതിന് ശേഷമാണ് ചില ആൾക്കാർ ഈ അരി ഇട്ട് കൊടുക്കാറുള്ളത്. പക്ഷേ നമുക്ക് ഈ യമനി മന്തി ആയതുകൊണ്ട് തന്നെ നമുക്ക് അരി ഇട്ട് കൊടുത്ത് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി ഡ്രൈ ആയി ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും മാത്രമാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ എന്താ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം വീതമാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പം 3 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അത് കണക്കാക്കി 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം വീതം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ അലൂമിനിയം ഫോയിൽ ഉണ്ടല്ലോ, നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇപ്പം ഞാൻ ഇത് ചെറിയ റോളാണ് എടുത്തേക്കുന്നത്. വലിയ റോളിൻ്റെയും കിട്ടും. അതാകുമ്പോൾ നമ്മുടെ പാത്രം ഫുള്ള് മൂടി നിൽക്കുവേ. ഇതിപ്പം ഞാൻ ചെറിയ റോളാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് 2 പ്രാവശ്യം ഞാൻ ഇങ്ങനെ കവർ ചെയ്ത് കൊടുത്താൽ മാത്രമേ അത് ഫുള്ള് കവറായി നിൽക്കുകയുള്ളൂ. അപ്പോൾ അതാ ഇങ്ങനെ ഈ പാത്രം ഫുള്ള് കവറായി നിൽക്കുന്നതാണ്. അതായത് ആവി ഒട്ടും പുറത്ത് പോവാത്ത വിധത്തിൽ നമ്മൾ അലൂമിനിയം ഫോയിൽ വെച്ച് തന്നെ ചെയ്യണം. വേറെ അടപ്പൊന്നും വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ യമനി മന്തി റെഡി ആവത്തില്ല. കാരണം ഇതിൻ്റെ എല്ലാ സ്മെല്ലും എല്ലാം പുറത്ത് പോവും. അതുകൊണ്ട് ഈ അലൂമിനിയം ഫോയിലെല്ലാം ഇങ്ങനെ കവർ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ഇറുക്കിലോ എന്തെങ്കിലും ഒരു കമ്പോ കൊണ്ട് ഇങ്ങനെ ചെറിയൊരു ഡോട്ടായിട്ട് കുത്തിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ആവി ഈ മുകളിൽ വെക്കുന്ന ചിക്കന് ആവി കൊണ്ട് വേവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഈ ഡോട്ട് കുത്തിട്ട് കൊടുക്കുന്നത്. ഈ കുത്തിട്ട് കൊടുത്തതിലൂടെ ആവി വന്നിട്ട് ചിക്കൻ എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ഈ ചിക്കനെല്ലാം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കി വരുന്ന ഈ ഗ്രേവി ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ആ ചിക്കൻ ഈ അലൂമിനിയം ഫോയിൽ കൊണ്ട് നന്നായിട്ട് മൂടിയങ്ങ് കൊടുക്കണേ. ഒരു ശകലം പോലും ആവി പുറത്ത് പോവാത്ത വിധത്തിൽ നന്നായിട്ട് ടൈറ്റായിട്ട് വേണം ഈ അലൂമിനിയം ഫോയിൽ മൂടി കൊടുക്കാൻ. എന്നാൽ മാത്രമേ നമ്മുടെ ചിക്കൻ വെന്ത് കിട്ടുള്ളൂ. നമ്മൾ ആദ്യം ഉണ്ടാക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ചിക്കനൊന്നും വേവത്തില്ല, നമ്മൾ അല്ലാതെ വേവിച്ചെടുക്കുന്ന മന്തി ആയിരിക്കും ടേസ്റ്റ് എന്ന്. പക്ഷേ നമ്മുടെ സാധാരണ നോർമൽ മന്തിയേക്കാളും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ യമനി മന്തി. നമ്മൾ കടകളിലൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റായിട്ടും ഹെൽത്തി ആയിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ അലുമിനിയം ഫോയിൽ വെച്ച് ചിക്കൻ എല്ലാം മൂടി കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു 30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാൻ പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ ഇക്കതാ സ്മോക്കോസിൻ്റെ പണികളെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നേ. സ്മോക്കോസിൽ വിറക് നിറച്ച് കൊടുത്തിട്ട് ഹീറ്റ് പോയിക്കാനുള്ള പരിപാടിയാണ് ഇക്ക അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 40 മിനിറ്റൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ ചിക്കൻ എല്ലാം വെന്ത് നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും ചിക്കനൊന്നും നന്നായിട്ട് വേവത്തില്ലെന്ന്. അപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാനും, ഇങ്ങനെ തന്നെയെന്ന് വെച്ചാൽ ഈ ചിക്കൻ പുഴുങ്ങിയിട്ട് അത് ചോറിനകത്ത് വെച്ച് ദം ചെയ്തിട്ട് നമുക്ക് ഈ ചാർക്കോൾ വെച്ച് സ്മോക്കൊക്കെ ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ ഞാനിവിടെ
ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ടേ. നമ്മളൊരു പാൻ വെച്ചിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയൊന്നും എടുക്കരുത്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ മന്തിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ എന്താ ചിക്കനെല്ലാം ഞാൻ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ച് മറിച്ച് വിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ നമ്മളെ ചോറെല്ലാം ഞാൻ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ മന്തിയുടെ അതേ അളവിൽ തന്നെ നമ്മളെ ചോറ് വെന്തിട്ടുണ്ട്. ഒട്ടും ഒട്ടിയിട്ടുമില്ല. വിട്ട് വിട്ട് കിട്ടിയിട്ടുണ്ടേ നമ്മുടെ ചോറ്. അപ്പോൾ അതാ ചിക്കനെല്ലാം തിരിച്ച് മറിച്ചിട്ട് ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ദം ചെയ്തെടുക്കണം. അപ്പോഴാണ് ഈ മന്തിയുടെ ഫുൾ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഒരു 4-5 പച്ചവെള്ളവും ഞാൻ ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ച ചിക്കനില്ലേ, അത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു ചാർക്കോൾ കത്തിച്ചിട്ട് നമുക്കൊരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ തന്നെ ഇറക്കി വെച്ച് കൊടുക്കണേ. എന്നിട്ട് ഒരു കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ അലുമിനിയം ഫോയിൽ വെച്ച് തന്നെ ഒന്നുകൂടെ മൂടി നന്നായിട്ട് വെക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് ദം ചെയ്യാനങ്ങ് വെക്കാം കേട്ടോ. ഈ ചാർക്കോൾ കത്തിച്ച് വെച്ച് സ്മോക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ മന്തിയുടെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റത്തേക്ക് നമുക്ക് അത് ദം ചെയ്തെടുക്കാം. ആ സമയത്തേക്ക് ഞാൻ പോയി കുളിച്ചിട്ട് വന്നു. ഈ ചൂടത്ത് കുളിക്കാതെ നിന്ന് കിച്ചണിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണം വരും. അപ്പോൾ ഞാൻ ചോറാകുമ്പോഴേക്കും കുളിച്ചിട്ട് വരാം. കുളിച്ചിട്ട് വന്നിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പോയി കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, എല്ലാവരും പോയി കുളിച്ചിട്ട് വന്നു. കുളിച്ചിട്ട് വന്നിട്ടൊക്കെ നമ്മൾ ദമ്മ് പൊട്ടിച്ചേ. അപ്പോൾ ഇങ്ങനെ സംഭവമൊക്കെ നമ്മൾ വല്ലപ്പോഴൊക്കെ അല്ലേ ഉണ്ടാക്കുന്നത്. വർഷത്തിൽ ഞാൻ ഒരു 2-3 ദിവസമൊക്കെ ഞാൻ അങ്ങനെ മന്തി ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന ദിവസം ഇവർ വന്ന് ഇങ്ങനെ നിന്ന് നോക്കേ. അതിനിടയ്ക്ക് കൂടെ ഞാൻ കുറച്ച് മയോണൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മയോണൈസ് ഇല്ലാതെ എന്ത് മന്തി അല്ലേ. അപ്പോൾ അത് ആനാൻകുട്ടനും വന്ന് ഇടയ്ക്ക് കൂടെ വന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ ചോറ് കഴിക്കാനുള്ള തയ്യാറെടുപ്പാണ്. ഇങ്ങനെ സൺഡേ ഒക്കെ ഞാൻ ഇങ്ങനെ സ്പെഷ്യലായിട്ട് ഉച്ചയ്ക്ക് മന്തിയോ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ ഞങ്ങളെല്ലാം തറയിലിരുന്നാണ് ഞങ്ങൾ കഴിക്കാറുള്ളത് കേട്ടോ. ഇങ്ങനെ വട്ടം കൂടിയിരുന്ന് തറയിൽ നിന്ന് കഴിക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ തറയിരുന്നാണ് കഴിക്കുന്നത്. അങ്ങനെ ഞാൻ മന്തി എല്ലാം കഴിക്കാനായിട്ട് പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മന്തി ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. സാധാരണ നോർമൽ മന്തിയേക്കാളും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങളിതാ കഴിക്കാനായിട്ട് എല്ലാവരും റെഡിയായിട്ട് വന്നിട്ടുണ്ട്. രണ്ടുപേരും കുളിച്ച് റെഡിയായിട്ട് ഫുഡ് കഴിക്കുകയാണ്. എന്നിട്ട് ഞാൻ വന്നിരുന്നു. ഞാനും ഫുഡ് കഴിച്ച് തുടങ്ങിയപ്പോഴേക്കും ഇക്ക കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. ഇക്കയും വന്ന് ഞങ്ങൾ 4 പേരും കൂടെ ഒരുമിച്ചിരുന്നാണ് ഫുഡ് കഴിക്കുന്നത് കേട്ടോ. ഇങ്ങനെ സൺഡേ ഒക്കെ മാത്രമേ ഞങ്ങൾ 4 പേരും കൂടെ ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ കിട്ടത്തുള്ളൂ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ പാത്രമൊക്കെ കഴുകി ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടേ. എന്നിട്ട് നമ്മളെ ഈ പേരയ്ക്കയിൽ ഒരുപാട് പേരയ്ക്ക പിടിക്കും. പക്ഷെ നമുക്ക് ഒന്നുപോലും കിട്ടാറില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കുറച്ച് കവറ് കൊണ്ടുവന്നിട്ട് ഓരോ പെരക്കയിലും ഇങ്ങനെ കെട്ടി വയ്ക്കുമ്പോഴേക്കും അത് പാകമാകുമ്പോഴേക്കും നമുക്ക് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ കിളിയോ വവ്വാലോ ഒക്കെ കൊണ്ടുപോകും. അതൊക്കെ കഴിഞ്ഞതാ സാസിനും നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ട് ക്യാരം ബോർഡ് കളിയായിരുന്നു. അപ്പോൾ ഒരു 6 മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ പറഞ്ഞു ക്യാരം ബോർഡ് കൊണ്ടുവച്ചിട്ട് ഇനിയിപ്പോൾ പ്രാർത്ഥിക്കാനുള്ള സമയമൊക്കെ ആയി, പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് ബുക്ക് എടുക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും സ്കൂളിൽ നിന്ന് വിളി വന്നിട്ടുണ്ടായിരുന്നു. നാളെ കത്ത് പാട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കാൻ പോയിട്ട് തിരിച്ചതാ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. രണ്ടുപേരും വീട്ടിലാക്കിയിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.